ഇത് വ്യത്യസ്തമായൊരു വിജയഗാഥ പ്രേക്ഷകർ കണ്ടു തന്നെ അറിയൂ. മാഡം, ഞാനൊരു പരിചയപ്പെടുത്തലിലേക്ക് പോകുന്നില്ല. മാഡം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് സൂസി ജോസഫ്. ഞാൻ ജനിച്ചത് തിരുവല്ലയില്ല, പക്ഷെ 3 മാസമായപ്പോൾ തന്നെ മുംബൈയിൽ പോയി. എൻ്റെ അപ്പച്ചൻ അവിടെയായിരുന്നു ജോലി. സോ ഞാൻ എൻ്റെ പഠിത്തവും, സ്കൂൾ പഠിത്തവും, കോളേജ് പഠിത്തവും, പ്രൊഫഷണൽ പഠിത്തവും എല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ കുമ്മനാട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാ, ഇവിടെ താമസിക്കുന്നു. എന്താണ് ഈ സംരംഭം? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇത് തയ്ക്കുന്നത് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് വലുതായിട്ട് അതത്രയും എനിക്ക് അറിയത്തില്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പം. പക്ഷെ എന്നെ ഇന്റർനെറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ മനസ്സിൽ വന്നു, എനിക്ക് എന്തെങ്കിലും എൻ്റെ കഴിവ്, ദൈവം തന്ന ഒരു കഴിവാണ് ഈ തയ്ക്കുന്നത്. അത് ദൈവത്തിനായിട്ട് തന്നെ ഉപയോഗിക്കണമെന്ന് എൻ്റെ ഒരു ആശയമായിരുന്നു. അപ്പൊ സ്പെഷ്യലി ഇപ്പം ഞങ്ങളുടെ ഇവിടെ കുമ്മനാട്ട് വലിയ പണി ചെയ്തപ്പോൾ അപ്പൊ എല്ലാവരും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡും കോൺട്രിബ്യൂട്ട്. ബട്ട് ഐ വോണ്ട് ടു ഡു എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ഒരു ടാലന്റ് ഉപയോഗിച്ച് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് തയ്ക്കാൻ തുടങ്ങിയത്. അപ്പൊ തയ്ക്കാൻ തുടങ്ങിയപ്പം ഐ തോട്ട് ബാഗ്സ് എന്ന് പറയുമ്പം അതിന് ഷെൽഫ് ലൈഫ് ഇല്ല. എത്ര തയ്ച്ചാലും എപ്പോൾ വാങ്ങിച്ചാലും ഇല്ലേലും അത് കേടാകാതെ അവിടെ ഇരുന്നോളും, തുണിയുടെ ആയാലും. സോ അങ്ങനെ തയ്ക്കാൻ തുടങ്ങി. ആദ്യം എനിക്ക് സിപ്പൊന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഫോൾഡിങ് ഫ്ലാപ്പ് ഉള്ള ബാഗൊക്കെ തയ്ക്കാൻ തുടങ്ങി, ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വെൽക്രോ വെച്ചിട്ട്. പിന്നെ ഞാൻ സിപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞപ്പം അങ്ങനത്തെ ബാഗ്സ് തയ്ക്കാൻ തുടങ്ങി. സോ അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി, ഒരു പാഷനായി. അങ്ങനെ തയ്ച്ച് ആൻഡ് ഈ തയ്ക്കുന്നതിൻ്റെ ഒരു പൈസ പോലും ഞാൻ എടുക്കത്തില്ല. ദിസ് ഇസ് ഓൺലി ഫോർ ചാരിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ കുമ്മനാട്ട് വലിയ പള്ളിക്ക് കൊടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ഇതിന് ഒരു പ്രോഫിറ്റും ഇല്ല. ഇൻഫാക്ട് ഞാൻ ചെലവാക്കും ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. സിപ്പ്, ലൈനർ, സ്ട്രാപ്പ്, പിന്നെ ലൈനിങ്, ഇതിൻ്റെയൊക്കെ ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ള അക്സസറീസ് എല്ലാം ദ ഇൻസൈഡ് തിങ് എല്ലാം ഞാൻ അത് വാങ്ങിക്കുക. ബോംബെയിൽ നിന്ന് സാധാരണ ധാരാവി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെയൊക്കെ വെരി ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പൊ അവിടെ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ബോംബെയിൽ നിന്ന് അത് എടുത്തോണ്ട് വരണം, അതേ ഉള്ളൊരു അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് തയ്ക്കും. ആൻഡ് അതിൻ്റെ ഔട്ടർ തുണി എല്ലാം എനിക്ക് ടൈലേഴ്സ്, എൻ്റെ വളരെ ഫ്രണ്ട്ലി ടൈലേഴ്സ് ഉണ്ട്, ബോംബെയിലും ഉണ്ട്, ഇവിടെയുണ്ട്. മിച്ചം വരുന്ന തുണി അവര് എനിക്ക് തരുവാണ്. അത് വെച്ച് ഞാനിത് തയ്ക്കുന്നത്. സോ എവറി പീസ് ഇസ് യുണീക്ക്. ബിക്കോസ് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് തയ്ക്കുന്നത്. അങ്ങനെ വേറൊരു ബാഗ് കാണത്തില്ല, ബിക്കോസ് ഞാൻ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വെച്ച് തയ്ക്കുന്നത്. പിന്നെ ചിലർ പറഞ്ഞു അവർക്ക് കസ്റ്റമൈസ്ഡ് വേണം. ഇപ്പം ബോംബെയിൽ അവർ ജോലിക്ക് പോകുമ്പോൾ ലഞ്ച് ബാഗ് വേണം. അപ്പൊ ലഞ്ച് ബാഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ നോക്കി. ഇതെല്ലാം ഇന്റർനെറ്റ് ഹസ് ഹെൽപ്പ് മീ എ ലോട്ട്. ലഞ്ച് ബാഗ് തയ്ച്ച് അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ടെൽ അവർക്ക് ഇങ്ങനെ ഫ്രണ്ട് സിപ്പ് വേണം, സൈഡിലെ സിപ്പ് വേണം, അകത്ത് പോക്കറ്റ് വേണം. അവർ പറയുന്ന പോലെ അതുപോലെ എടുത്ത് തയ്ച്ചു കൊടുക്കാനുള്ള. മാഡം, അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു റോ മെറ്റീരിയൽ വേണമല്ലോ. അപ്പൊ അത് ഈ ടൈലറിംഗ് ഷോപ്പിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം എന്താണ്? എനിക്കൊരു വളരെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട് മുംബൈയിൽ. എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടാണ്, ഒരു സിന്ധിയ. അവളുടെ പേര് ഹീറൂന്ന. അവൾ എന്നെ ഒത്തിരി ഇതില് ഇൻഫ്ലുവൻസ് ചെയ്തു ഇതില്. സോ അവൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവൾ പറഞ്ഞു, വൈ ഡോണ്ട് യു ഓൾസോ ട്രൈ ഇറ്റ് ലൈക്ക് ദിസ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന കുറെ തുണികൾ ഉണ്ടായിരുന്നു, അത് വെച്ചൊക്കെ തയ്ക്കാൻ തുടങ്ങി ആദ്യം. പക്ഷെ എവറി ക്ലോത്ത് ഇസ് ന്യൂ. പഴയ തുണി ഉപയോഗിക്കാറേ ഇല്ല ഒന്നിനും. സോ അങ്ങനെ ഒരു ആശയം കിട്ടി. പിന്നെ ഞാൻ ഓർത്തു എങ്ങനെയാ ഇത് ചെന്ന് കിട്ടുന്നത്. ബട്ട് സം ഓഫ് ദ ടൈലേഴ്സ് വർ സോ ഫ്രണ്ട്ലി, സോ ഹെൽപ്ഫുൾ. അവർ വില്ലിംഗ്ലി തന്നു. അപ്പൊ ഞാൻ ഇത് കൊണ്ട് കാണിച്ചു. തയ്ച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കാണിക്കും, ഇത് നിങ്ങളുടെ തുണി വെച്ച് ഞാൻ തയ്ച്ചതാ. അപ്പൊ ദേ വർ ഹാപ്പി, വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് യൂസ് ഫോർ എ ഗുഡ് കോസ്, നോട്ട് ഫോർ മീ.
ബോംബെയിൽ അതുപോലെ ഒരു ജീൻസ്, ഇവിടെ ജീൻസിന്റെ തുണി കിട്ടാറില്ല, ബട്ട് ബോംബെയിൽ എനിക്ക് ജീൻസിന്റെ ഒരു ടൈലർ ഉണ്ട് ഹൂസ് വെരി ഹെൽപ്ഫുൾ. ഹി ഗിവ്സ് മീ സോ മെനി പീസസ് ഓഫ് ക്ലോത്ത്. അത് കൊണ്ടുവന്നിട്ട് ഞാൻ അത് വെച്ച് തയ്ക്കും. സോ റിയലി താങ്ക്ഫുൾ ടു ദ ടൈലേഴ്സ് ഹു ഗിവ് മീ. ആൻഡ് അവരോട് ഞാൻ പറഞ്ഞു, സാധാരണ എല്ലാവർക്കും പറയാനൊരു ബുദ്ധിമുട്ടായത് ഇങ്ങനെയാ റോ മെറ്റീരിയൽ കിട്ടുന്നതെന്നുള്ളതൊക്കെ. ബട്ട് ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ബിക്കോസ് ഐ എം യൂസിങ് സംതിങ് വിച്ച് ഇസ് അതർവൈസ് വിൽ നോട്ട് ബി യൂസ്ഡ്. അത് വെച്ച് തയ്ച്ച് അങ്ങനെ കൊടുക്കുന്നത്. ഇതൊരു ബിസിനസ് ആംഗിളിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടോ? ഇത് മറ്റുള്ളവർക്ക് ഒരു എന്താണ് ഒരു പ്രചോദനം നൽകുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാഡത്തിന് അങ്ങനെ പ്ലാൻ ഉണ്ടോ? അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഒരു ഐഡിയലായിട്ട് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ റിട്ടയർമെന്റ് ലൈഫിലൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യുന്ന കാരണം മൈ ബ്രെയിൻ ഇസ് ഓൾവേസ് കെപ്റ്റ് ബിസി. എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്ത് തയ്ക്കണം നാളെ, ഏത് കളർ കോമ്പിനേഷൻ എടുക്കേണ്ടിയ തുണിയുടെ, ഏത് പാറ്റേണാ തയ്ക്കേണ്ടിയ, അതിന്റെ മെഷർമെന്റ്. ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഒത്തിരി കാൽക്കുലേഷൻ ചെയ്യണം. ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഗുഡ് ഫോർ ദ ബ്രെയിൻ. നമ്മൾ ചിന്തിക്കുന്ന കാരണം നമുക്ക് മറവി അത്രയും കുറവ് വരുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ അതിങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് ഐ ഫൈൻഡ് ദിസ്, എനിക്ക് പൈസ വേണം, വേണ്ടാഞ്ഞിട്ടല്ല, ബട്ട് ഐ ഫീൽ സോ മച്ച് ഹാപ്പി ടു ഗിവ്. നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമില്ലേ, നമ്മുടെ ആ ടാലന്റ്, അത് വെൻ ഐ സ്റ്റിച്ച്, യു നോ, ഐ എം ഓൾവേസ് പ്രേയിങ് ഓൾസോ ഫോർ ദ പീപ്പിൾ, തിങ്കിങ് അബൌട്ട് ദം. ഇപ്പൊ ഞാൻ നഴ്സിംഗ് ഏപ്രിൻ സ്പെഷ്യലി തയ്ക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. നഴ്സിംഗ് ഏപ്രിൻ തയ്ക്കുന്ന വെച്ചാൽ ഫീഡിങ് ഗൗൺസ്. അത് മദേഴ്സ് ഹു ആർ ഫീഡിങ് ദെയർ ബേബീസ്, ബ്രസ്റ്റ് ഫീഡിങ് ദെയർ ബേബീസ്, അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ ഇത് അവര് കാറിൽ പോകുമ്പോഴോ വാക്സിനേഷന് കൊണ്ടുപോകുമ്പോഴോ അല്ലെ വല്ല പാർട്ടീസിന് പോകുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ചെറിയ ഒരു തുണിയാണ്. അത് എനി സ്മോൾ ബാഗിൽ അത് കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകാം. ആൻഡ് പിള്ളേരും അത് യൂസ്ഡ് ആവും. അത് കാണുന്നുണ്ട് ദേ റിലേറ്റഡ് ടു ഫീഡിങ് ടൈം. അങ്ങനെ ഞാൻ ഒത്തിരി പേർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. പിള്ളേർ ഇത് കാണുന്നുണ്ട് ദേ നോ ഇറ്റ്സ് ഫീഡിങ് ടൈം എന്ന്. And അതിനൊരു ചെറിയൊരു ഇതുണ്ട്. സോ ദ മദർ ക്യാൻ കണക്ട് വിത്ത് ദ ബേബി ആൻഡ് സീ പ്രോപ്പർലി. സോ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഫ്രം പ്രൈയിങ് ഐസ്. You have a privacy always it is there. That is there. So that is, and also I'm promoting breastfeeding by doing that. മികച്ചൊരു വിജയഗാഥയാണ് ഇത്. ആർക്കും മാതൃകയാണ്.